അപ്പാ അപ്പാ അപ്പനിപ്പോ എങ്ങനെയുണ്ട്? അപ്പൻ ചോദിച്ചത് കേട്ടില്ലയോ? ആരാ? ഫിലിപ്പോസാന്നോടാ? പിന്നെ ഫിലിപ്പോസ് മാത്തുക്കുട്ടിയാപ്പാ. എന്തോനാപ്പാ ഇപ്പൊ എഴിക്കുന്നേ? ഇച്ചിരി കൂടെ കിടന്നൂടായോ? മാത്തൂട്ടിയെ, എന്താപ്പാ? നീയേ കാലായി വരെ ഒന്ന് പോണം. ഫിലിപ്പോസിന്റെ പെമ്പള വന്ന് ചിലതെല്ലാം പറഞ്ഞ്. നമ്മള് ചെല്ലുന്ന അവർക്ക് കുറച്ചില്ലല്ലയോ അപ്പാ? ഓ, എന്തോന്ന് കുറച്ചില്. എടാ, കൂടപ്പറപ്പിനെ കാണാൻ പോകുന്നതിന് ആരെങ്കിലും മാനം നോക്കൂടാ. പക്ഷെ അങ്ങനത്തെ സ്ഥിതി എപ്പോഴ്? അപ്പന് നല്ലപോലെ അറിയാൻ വയ്യാത്തോണ്ടാ പുറത്തിറങ്ങി തലയും പൊക്കി നടക്കാൻ വയ്യ. കൂടപ്പിറപ്പാന്ന് പറയുന്ന തന്നെ ഇപ്പോഴും നമുക്ക് കുറച്ചിലായേക്കുവാ. മാനവും മര്യാദയായിട്ട് കഴിയുന്നവർക്ക് ചെന്ന് കയറാൻ പറ്റിയ വീടാന്നോ അത്? എരണക്കേട് പറയുന്നോടാ. അപ്പൻ ഇനി എന്നെ എന്തോ വേണേലും പറഞ്ഞു, എനിക്കൊന്നുമില്ല. അയാളെ വീട്ടിൽ പോകുന്ന കാര്യം മാത്രം പറഞ്ഞേക്കല്ലേ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? അപ്പനും മോനും കൂടെ ഒരു പെണ്ണിനെ വെച്ചോണ്ടിരിക്കുക, മറ്റുള്ളവർ തലവിരിച്ച് കിടക്കുന്നതിന്റെ അർത്ഥം എന്തുവാന്നാ? അപ്പനും മോനും കൂടെ വേലയ്ക്ക് വന്ന പെണ്ണിനെ പ്രതി കത്തിയും കൈ കൊടുത്തെന്ന് പറഞ്ഞ അല്ലേ? 4 ജാതിക്ക് ചെതവുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലേലും അയാൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങി തന്നു. പണ്ട് പന്തളത്തെങ്ങാണ്ട് റോഡ് പണിക്ക് പോയാൻ വെച്ച് അവിടുത്തെ പള്ളിക്കൂടത്ത് പഠിപ്പിക്കുന്ന ഒരു വാദ്യാര പെമ്പിള്ളയുടെ കൂടെ അല്ലായിരുന്നു. അതും പോട്ട്, ഇതുവരെ അയാളുടെ പെമ്പിള്ള ഈ പഠിക്കകത്ത് കയറിയിട്ടുണ്ടോ? ഇന്നിപ്പോഴാവശ്യം വന്നപ്പോഴ് അപ്പച്ചനും ഉണ്ട്, ഇണക്കക്കാരും ഉണ്ട്. അപ്പനിതൊന്നും ഓർമ്മയില്ലേലും എനിക്കുണ്ട്. അതുകൊണ്ട് പറയുക, കാലായി പോവാനോ കാര്യം തിരക്കാനോ എന്നോട് പറഞ്ഞേക്കല്ലേ. ദേ, അപ്പനൊന്നും തോന്നിയേക്കല്ലേ. അപ്പൻ എന്താവാടാ തോന്നാനിനി? അല്ലേലും അപ്പനെല്ലാം തോന്നലല്ലയോ? അപ്പന് മനസ്സിൽ കെറിവ് തോന്നല്ലേ. ഞാൻ മനസ്സിലെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. എല്ലാം തികഞ്ഞു നിൽക്കുക. പക്ഷെ സ്വഭാവഗുണമില്ലേ പിന്നെ എന്തോയിനാ? നാട്ടീ മൊത്തത്തിന് നമ്മളെ വെട്ടത്തിൽ ചൊല്ലുവിളിയുണ്ട്. നാട്ടുകാരുടെ പ്രശ്നം തീർക്കണേ നമ്മൾ വേണം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാന്ന് പിന്നെ എങ്ങനാ? ആണ്ട കിടക്കുന്നു, കൊണ്ടുപോയി കെട്ടിപ്പൊതിഞ്ഞു വെച്ചാട്ടെ. ഇവിടെ അങ്ങ് ഒരു തരിയും കണ്ടേക്കരുത്. കൈകൊണ്ട് തല തടവുമ്പോഴ് കുതികാല കൊത്തുന്ന ഏനങ്ങള്. കിടക്കുന്നു, നോയിക്കൊണ്ട് നിക്കുവാണോ? എടുത്തോണ്ട് പോയിക്കോണം. ഒരു നിലയും വേണ്ട.
വലിയ ന്യായം പറഞ്ഞാച്ചും ഇയാൾ ഇതാന്നോ കൊച്ചിനെ പഠിപ്പിച്ചേക്കുന്നേ? അല്ലേ തോണ്ടി തിന്നേച്ച് നടക്കേണ്ട ഇനങ്ങളാ. അതിനെ പിടിച്ച് വീട്ടിൽ കയറ്റി എന്നെ വേണം തല്ലാനെ കൊണ്ട്. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാ അത് കിടക്കുവോ? അവിടെ നിപ്പ് കണ്ടില്ലേ? ഇറങ്ങടി ഇറങ്ങും കേട്ടവളെ. തള്ളേം തന്തേ അറിയാൻ വയ്യാത്ത ജാതിയാ. അയ്യടാ അവിടെ കരച്ചില് കണ്ടില്ലയോ? അവിടെ വായിന്ന് പൂമുത്തെടുത്തോണ്ട് പോയി ആരാണ്ട്. എന്റെ കണ്ണി കണ്ടേക്കരുത്. എന്താ വാടി നിന്ന് പൂങ്കണ്ണീര് പൊഴിക്കുന്നേ? ഡീ കരച്ചിലും ചിരിയൊക്കെ മനുഷ്യനുള്ള അടി. നീ പന്നിയുടെ ജന്മോ. വടക്കേത്ത മുറ്റത്ത് അടച്ചിട്ട് വളർത്തേണ്ട ഏനം. വായടക്കടി. പറഞ്ഞു കേക്കത്തില്ലയോ നീ? ഈ വീട്ടിൽ നിന്റെ ഒച്ച ഇനിയും കേട്ടേക്കല്ലോ. വായടക്കാൻ. എനിക്കെന്റെ തർവാങ്കം മറിഞ്ഞു വരുവാ. നിന്റെ പൊങ്ങാക്കി കൊല്ലും ഞാൻ. ആരും എന്നെ തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. ഞാൻ ചത്തേക്കാം. പലയിടത്തും പോയി ചത്തേക്കാം. എടി കുഞ്ഞു പറഞ്ഞ കേട്ടിട്ടൂടി. എടി നിർത്തണേ കെട്ടാൻ പുറത്ത് കാര്യം. എന്റെ കർത്താവേ, എന്നെ വെച്ചേക്കല്ലേ. എന്നെ ഇവിടെ വെച്ച് ആരും തല്ലോ കൊല്ലോ ഒന്നും വേണ്ട. പഞ്ഞക്കാരനായി പോയി കുഞ്ഞെ. പറഞ്ഞിട്ടെന്തോ കഴിവുകൾ കൊണ്ടാ. വീട്ടിലുള്ള രണ്ടിനെയും പിന്നെ ഇതിനെയും കൂടി ചെലവ് കൊടുക്കാനുള്ള പാങ്ങില്ലാണ്ടായിപ്പോയി. എന്റെ കുഞ്ഞു പ്രാഗിയേക്കട്ട് ഈ മനസ്സിൽ വിചാരിച്ച 3 തലമുറയ്ക്ക് ഗുണം പോവും. അതുകൊണ്ടാ. ആ വിചാരമുണ്ടോ ഈ മൂച്ചേട്ടയ്ക്ക്? കഴിഞ്ഞ തവണ വന്നാറ നീ എന്താ പറഞ്ഞേ? എന്റെ വെറും കൈക്ക് പറഞ്ഞ അയച്ചില്ലേ അവള്? എന്റെ കർത്താവേ, അന്നറിഞ്ഞോ എവിടെ മനസ്സിലിരിപ്പിതാന്ന്? കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഞാൻ പറഞ്ഞാലെ കൊണ്ടും മനസ്സിലാവത്തില്ല. ഒരു വളച്ചൂത്തിനകത്ത് അരേ വള്ളി വലിച്ചു മുറിക്കാ കുഞ്ഞെ. ഞങ്ങൾ 3 വയറ് കഴിയുന്നേ. ഇളയവക്ക് ജ്വരം വന്നേച്ച് നാളെ 3 ആയി. എന്റെ കൊച്ചങ്ങ് കരുവാളിച്ചു പോയില്ലയോ? മരുന്ന് വാങ്ങി കഴിക്കാൻ പോയേച്ച് ഇച്ചിരി കഞ്ഞിത്തളി ആറ്റി കൊടുക്കാൻ മാർഗമുണ്ടോ എനിക്ക്? എവൾ ഇവിടെ രാജകുമാരിയെ കണക്കല്ലയോ കഴിഞ്ഞ്? ഇച്ചിരി തിന്നും കുടിച്ച് എല്ലി പിടിച്ചപ്പോഴും ഇരിക്കുന്ന കൊമ്പ് കൊത്താനല്ലേ അവർക്ക് തോന്നിയ വെച്ചേക്കല്ല അവളെ ഞാൻ കൊന്നുകളെ. അപ്പാപ്പന്റെ വിഷമം അറിഞ്ഞേച്ചുവാ പറയുന്നേ. എവളെ ഇനി ഇവിടെ പറ്റത്തില്ല. അപ്പാപ്പൻ എവളെ വിളിച്ചോണ്ട് പോയേ ഒക്കത്തുള്ളൂ. ആന്ന് കുഞ്ഞെ, ആന്ന്. ഞങ്ങൾ വല്ല ആറ്റിച്ചാടി ചത്താലും കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ അത് കൂട്ടാ കുഞ്ഞ് ഞങ്ങളെ കരുതിയ. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. കുഞ്ഞ് പുറത്തേക്കണം. ഇവിടുത്തെ വടക്കേത്ത് എവിടെ നിഴല് വീഴത്തില്ല. ഇനി കർത്താവിനാണ് പറയുക. കുഞ്ഞിന്റെ മനസ്സ് പെടഞ്ഞ കർത്താവിന് നിരക്കത്തില്ലത്. ഇവിടുത്തെ വടക്കേത്തല്ല എവള് നിഴല് വീഴ്ത്തിയ ഇവിടുത്തെ ജീവിതത്തിലാ. അപ്പാപ്പൻ നോയിക്കോ, എവിടെ കാല് ചവിട്ടിയടം മുടിയത്തേ ഉള്ളൂ. മനുഷ്യര് തമ്മി തമ്മി കുത്തിച്ചാവും. എടി കൊച്ചാമ്പുറത്തുകാരി, കണ്ണും പൊത്തി നിന്നും എനിക്ക് കാണിക്കാതെ ഇറങ്ങിക്കോണം. നിന്റെ എന്താന്ന് വെച്ചാൽ എടുത്തോണം. ഇനി ഒരു പൊഴുതിന് വേണ്ടി താന്ന് വെച്ചേക്കലും പറഞ്ഞ കേട്ടിട്ടോടി. അപ്പാപ്പാ, എവളെ ഇറക്കിക്കൊണ്ട് പോയിക്കാട്ടെ. ആണ്ടതൊന്ന് നോക്കുന്ന കണ്ടില്ലയോ? ലക്ഷ്യ എവള് ആണുങ്ങളുടെ ചോര കുടിക്കുന്ന ലക്ഷ്യ. കർത്താവേ, പണ്ട് ചാക്കാര വീട്ടിൽ നിന്ന് കൈക്ക് പിടിച്ചോണ്ട് വന്നപ്പോ അറിഞ്ഞില്ലേ
പാമ്പിനെ ഞാൻ എടുത്ത് തോളത്തോട്ട് വെക്കുന്നതെന്ന് ചവിട്ടിയോ ഞെരിച്ചോ കൊല്ലാൻ പറ്റുമോ? അതല്ലയോ. ആ അറിയിക്കോ, ഇറങ്ങ. ഇത്രയും നാള് പിഴപ്പിന് തന്ന ആളിൻ്റെ അടുത്ത് രണ്ട് നല്ല വാക്ക് പറഞ്ഞു പോകാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോടി. ആ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങ. നിനക്കൊന്നും എടുക്കാനില്ലോടി. എന്നോട് ക്ഷമിക്കണം. എനിക്കും ജീവിക്കണ്ടായോ കൊച്ചമ്മേ? അല്ലേ ഈ സാമാനമൊക്കെ നിന്റെ ജോഡി? ഏ എന്നാ പിന്നെ കുഞ്ഞെ പോവുക. നടക്കോട്ടോ, വാടി ഇങ്ങോട്ട്. എന്താ വാടി? എടി അങ്ങോട്ട് പോകാൻ. എടി നടക്കണേ അങ്ങോട്ട്. ഒന്നോളെ ഞാൻ എടി നടക്കാൻ പോകണം. സമാധാനമായില്ലോ നിനക്ക്? നടന്നു. ഓടിയ ഓടി കായ കൊടുത്ത് വാങ്ങുന്നേ ഉള്ളു. മൊത്തത്തിൽ കല്ലും മണ്ണുവാ. വന്നു കൊള്ളത്തില്ല ആ പെമ്പിളയുടെ അവല്. അല്ലേ കൊച്ചമ്മ കാലത്തെ എഴുതിച്ച് പാറ്റിയും കൊഴിച്ച് ഇരിക്കുന്നേ ഉള്ളോ? വല്ലോ അനത്താനം കഴിക്കാൻ നേരം ആയില്ലയോ? ബേബി എള്ളുപറമ്പത്തൂന്ന് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുകൂട്ടാന്നല്ലോ. ഞാൻ വിചാരിക്കുകയും ചെയ്ത് അന്ന് പള്ളി നടക്കം കഴിഞ്ഞ് വന്നേച്ചും പിന്നെ ഈ കരയ്ക്ക് വന്നില്ലയോന്ന്. ഓ എന്തോ പറയാനാ കൊച്ചമ്മേ. വെല്ലപ്പളും വൈകുന്നേരം ആവുമ്പോഴ് എള്ളുപറമ്പത്തൂന്ന് കയറും, കാലത്തെ പോവുകയും ചെയ്യും. നേരം ഉണ്ടായിട്ടല്ല. കൊച്ചമ്മയ്ക്ക് അറിയത്തില്ലയോ ലീലാമ്മയുടെ കാര്യം? അവളെ പേരനോണ്ട് നിർത്തി ഞാൻ അവിടെ അങ്ങാണ്ട് വേറെ കെട്ടി താമസിച്ചാലൊന്ന് പേടിയാ അവക്ക്. അതുകൊണ്ടാ വന്നും പോയി നിൽക്കുന്നേ. അല്ല അതുവിനെ ശരിയല്ലയോ? ലീലാമ്മ കുറ്റം പറയുന്ന എന്തോ ഇനാ? ഇപ്പോഴത്തെ ആമ്പറന്നോമാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാ. അല്ലേ കൊച്ചമ്മയ്ക്കുണ്ടോ ആദി? മാത്തുക്കുട്ടി ഉപ്പാപ്പം പണി വല്ലോം പറ്റിച്ചോ? തെക്കും വടക്കും നടക്കുമല്ലയോ? ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ആരാ? മാത്തനാന്നോടാ? അല്ല ബേബിയാ. ആ ബേബിയാന്നോടാ? ഞാൻ വിചാരിച്ച് മാത്തം വന്നെന്ന്. അത് ശരി, ഉപ്പാപ്പനെ എഴിച്ചേ ഉള്ളല്ലയോ? ആ ചുമ്മാ അല്ല കൊച്ചമ്മ പാറ്റിയും കുഴിച്ച് ഇരിക്കുന്നെ. നമ്മുടെ പുത്തമ്പരയിലെ മാത്തം വരുമെന്ന് പറഞ്ഞായിരുന്നു. ഒരു വഴിക്ക് ഉത്തരം കയറ്റാൻ വാരിയടിച്ച് ഇനി മുഖപ്പ് പണിഞ്ഞു കയറ്റണം. പള്ളിപ്പണിയുടെ കാര്യമാ പറഞ്ഞേ. പുതിയ കാവി പോകാനെ കൊണ്ട് മാത്തം വന്നേച്ചുമേ. ആ ഇന്നലെ പണിയുടെ കാര്യത്തിന് പോയച്ചും വന്നപ്പോ താമസിച്ച് ഉറക്കവും നേരെ ആയില്ലെന്നേ. ഇപ്പൊ കടയപ്പറമ്പി അപ്പുറത്തെ കലങ്ക് കഴിഞ്ഞപ്പോ അച്ഛനെ കണ്ടു. ആഹാ പള്ളിയുടെ പണിക്ക് സംഭാവന ചോദിച്ചു. ഞാൻ ചോദിച്ചേ
അച്ചോ ഞങ്ങളൊക്കെയും തലച്ചറ ഇടവകയിലല്ലയോ. തലച്ചറക്കാരെന്തോ ഇനാ പനച്ചമൂട്ടി പള്ളി പണിയാനെ കൊണ്ട് കായ് തരുന്നേന്ന്. അപ്പൊ അച്ഛനൊരു ന്യായം പറഞ്ഞു, ബേബിയേ തലച്ചറയിലും പനച്ചമൂട്ടിലും ഒക്കെ മനുഷ്യരെ വിളിക്കുന്ന ഒരു കർത്താവിനെ തന്നെ അല്ലയോന്ന്. ഓ, അച്ഛന്റെ ന്യായം കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ലെന്നേ. കാര്യം നീങ്ങുന്ന എങ്ങനെയാന്ന് കർത്താവിന് തന്നെ അറിയാം. ഓ ആ, എടി ദീനാമു, എടി പാലില്ലയോടി, ഇച്ചിരി നെയ്യൂടെ ഇട്ടൂടായിരുന്നു. നെയ്യേ ഇവിടെ ഇരുന്ന് കനച്ചേക്കുന്നു അതാ. ഉം. ഉപ്പാപ്പ, രാജൻ വരുന്ന മറ്റന്നാളല്ലയോ. മാവേലിക്കര തീവണ്ടി ആഫീസിൽ പോണം. അപ്പൊ അതിന് ഇന്ന് പോയി തര ഒഴിവിന് കച്ചേരി ഒരു ലീവ് അപേക്ഷ കൊടുക്കണേ. അതാ കാലത്തെ വന്ന് കണ്ടേക്കാവെന്ന് വിചാരിച്ചേ. ഈ പറഞ്ഞ കൂട്ട് അങ്ങ് ചെന്നെത്തണ്ടായോ? ഓ, മറ്റന്നാളാ ചെറുക്കം വരുന്നല്ലയോ. അല്ലേ, രാജൻ തപാല് വിട്ടില്ലായിരുന്നു ഉപ്പാപ്പ. എഴുത്തൊക്കെ വന്നായിരുന്നു. വല്യപ്പച്ച നല്ല ഉറക്കമല്ലയോ? ആ നേരം വെളുത്തപ്പഴം കണ്ട ഉറങ്ങി. ഇന്നലെ രാത്രി മൊത്തം ചുമയായിരുന്നു. അല്ലേ, ഈ വാരിക്ക് ഒന്ന് രണ്ട് ഈക്കില് വിളന്ന് വെച്ചാ എന്തിയേ? ചേടാ വെച്ചെടുത്തൊന്നും കാണത്തില്ല. എന്തിയടി ഈക്കില്? വാരിക്കാന്നോ അത് വെച്ചേ? ആ ഡേക്കില്. ഉപ്പാപ്പ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടോ. ഓ, എന്നാ പിന്നെ അങ്ങനെ ആട്ട് ബേബി. എനിക്കും ധൃതിയാ. മാത്തനിങ്ങ് വരുവേ. ആ, അല്ല, ഉപ്പാപ്പനൊന്നും പറഞ്ഞില്ല. എന്തുവാ ബേബി? അല്ല, മറ്റന്നാളത്തെ കാര്യം. ഓ, രാജനെ കൂട്ടാൻ പോവാനെ കൊണ്ട് ഉപ്പാപ്പൻ വരുന്നില്ലയോ? ഓ, അതാന്നോ? ചെറുക്കനിങ്ങ് വരത്തില്ലയോ? അല്ലേലും അവനറിയാൻ വയ്യാത്ത വല്ലോ ആന്നോ? എനിക്കാന്നേ നാളെ മറ്റന്നാൾ അരിപ്പാട്ട് വരെ ഒന്ന് പോണം. കുരുമ്പോലെ സാങ്കുട്ടിയുടെ ഒരു പ്രശ്നമുണ്ട്. കേസ് അവധിക്ക് വെക്കാൻ പറ്റത്തില്ലെന്നേ. അതാ. എന്തായാലും ബേബി പോകുന്നില്ലയോ തീവണ്ടി ആഫീസില്? ആ, കൊച്ചമ്മോ, ഓ എന്നാ ശരി, ഞാൻ പോവാ. ആയിക്കോട്ടെ. പെണ്ണേ പെണ്ണേ, ആണ്ട വരുന്നപ്പച്ചാ. ആഹാ, അല്ലേ അപ്പച്ചൻ എഴുതിച്ചിരിക്കുവാന്നോ? നേരെ ഉറക്കം കിട്ടുന്നില്ല പെണ്ണേ. അപ്പച്ചൻ ഏക്കമുണ്ട് അതാ. കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് ആരാണ്ട് വന്ന് മുന്നിക്കോട്ട് നോക്കി നിൽക്കുന്ന. കണ്ണ് തുറന്നാ കാണത്തില്ല. വല്ലോടത്തും പോയി പതുങ്ങിക്കളയും. ആരാ അപ്പച്ചാ? ആരാ വന്ന് നിക്കുന്നേ? ആ, അപ്പച്ചന് തോന്നുന്നയാ ഇവിടെങ്ങും ആരും ഇല്ല. പെണ്ണെന്തവാ പറഞ്ഞേ? ഇവിടെങ്ങും ആരും ഇല്ലാന്ന്. എല്ലാരും കൂടെ എവിടെ പോയേക്കുവാ? ആരും എങ്ങും പോയിട്ടില്ല അപ്പച്ചാ. അപ്പച്ചൻ ഇച്ചിരി നേരം കൂടെ കിടന്നു. കിടന്ന് മടുത്തു പെണ്ണേ. ഈ കിടത്ത തീരുന്നേ എന്നാന്നാ കാത്തിരുന്നേച്ച് നിനക്കും മടുത്തില്ലയോ പെണ്ണേ? അപ്പച്ചൻ എന്താ പറഞ്ഞാലും വേണ്ടാതിനെ വരത്തുള്ളൂ. കിടന്നാ മടിപ്പാന്നേ. വാ അപ്പച്ച, നമുക്ക് തിണ്ണയ്ക്ക് പോയിരിക്കാം. എഴുച്ചേട്ടെ. വടി